ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇപ്പം 84-ലൊക്കെ കേരളത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഒത്തിരിയേറെ എതിർപ്പുകൾ നേരിട്ടു. പക്ഷേ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു സ്ഥാപനങ്ങളും വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ വന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ജോലി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഒത്തിരിയേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഇല്ലാതെ നമുക്കൊരു കടയിൽ നമുക്ക് സാധനം മേടിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സ്കാനർ ഇല്ലെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് പോകാൻ സാധിക്കും. അത്രയേറെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ലോകത്തെല്ലായിടത്തും നടന്നു. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും പൂർണ്ണമായിട്ടും ഒരു ആളെ റീപ്ലേസ് ചെയ്യുന്നൊരു കാര്യമായിട്ട് എങ്ങും തന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു പ്രയോജനങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ലെറ്റർ എഴുതണം, അല്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ എഴുതണം, അല്ലെങ്കിൽ നമുക്കൊരു ടൈപ്പ് ചെയ്യുന്ന സമയം ലാഭിക്കാനുള്ള ഒരു ലെറ്റർ എഴുതാം. ഇല്ലെങ്കിൽ പല മേഖലകളിലും അതിൻ്റെ ഒരു ആവിർഭാവം വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്കൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കടന്നു വരാൻ സാധ്യതയില്ല. കാരണം ഫിനാൻസ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തെല്ലാം മാനുവലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ലോജിക് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനൊരു മാനുഷികമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ എൻട്രി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ എൻട്രി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ജേണൽ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, ഇതെല്ലാം ഒരു മനുഷ്യന് മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് പലപ്പോഴും നമ്മൾ ഇപ്പം ഇൻറ്റേർണൽ ഓഡിറ്റ് ചെല്ലുമ്പോഴും ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് പല കമ്പനികളും വെക്കുന്നത് അവർക്കൊരു ഫാൾട്ട് ഫൈൻഡിങ് മെക്കാനിസം അല്ല, എങ്ങനെ ഈ ബിസിനസ്സിനെ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിട്ട എൻട്രികളുടെ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നോ അതൊക്കെ ഒരു പാർട്ടാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉള്ളതായിട്ട് എങ്ങും ഒരു റിസർച്ച് പറയുന്നില്ല. കുറേ കാര്യങ്ങൾ മാനുവലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകും. അതനുസരിച്ച് തൊഴിൽ സാധ്യതകൾ ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലത്ത് സമയം ലാഭിക്കുമ്പോഴും നമുക്കതനുസരിച്ച് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ടായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് പ്രൊഫഷനിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ട്. ഇപ്പം ഏത് പ്രൊഫഷനിലും ഇന്നുള്ള ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് വന്നു. അപ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മളെങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പഴയ ഫേംസ് അല്ലെങ്കിൽ കുറച്ച് സീനിയറായ ആൾക്കാർ ടെക്നോളജി അതെൻ്റെ ഒരു ഐറ്റം അല്ല, അപ്പോൾ അവരതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. അപ്പം അവർ പഴയ കാര്യങ്ങൾ ചെയ്യും. പുതിയ ഫേംസ് വരുമ്പോൾ അവർ എന്തും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ക്ലയൻറ്റിന് കൊടുക്കും. അപ്പം അത് ഞങ്ങൾക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം അത് ഞങ്ങൾക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കും. അപ്പം നമുക്കൊരു ടെക്നോളജി അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ എന്താണ് ഇന്ന് ലോകം ഒരു കൈക്കുമ്പിളാണ്. അപ്പം ലോകത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ്, ഇന്ന് സാമ്പത്തിക മേഖലയിൽ ഒത്തിരിയേറെ പ്രോഡക്റ്റുകളുണ്ട്. അതായത് ഇപ്പം ഒരു ഷെയർ മാർക്കറ്റ് പോലെ തന്നെ പലവിധ പ്രോഡക്റ്റുകൾ, സെക്യൂരിറ്റൈസേഷൻ ഒരു പ്രോഡക്റ്റ്, ബാങ്കിങ് മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ, ബോണ്ടുകൾ. അപ്പം ഇതെങ്ങനെ ആവിർഭവിക്കുന്നു, എങ്ങനെയാണ് ഇതൊരു ബിസിനസ്സിന് ഗുണമാകുന്നത്, എങ്ങനെയാണ് അവിടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഈ രീതിയിൽ റേസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പുതിയ ഏഞ്ചൽ ഫണ്ടിങ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ പുതിയ മേഖലകൾ ഒരു ബിസിനസ്സിനെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ റിസർച്ചുകളും നമ്മൾ എപ്പോഴും മൈൻഡ് ഓപ്പൺ ആയാലേ നമ്മുടെ കണ്ണ് ഓപ്പൺ ആയിട്ടിരുന്നുകൊണ്ട് എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ, എങ്ങനെയാണ് അവിടെ ഫിനാൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. കാരണം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് നമ്മുടെ ക്ലയൻസിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ഇത് റേസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അത് ഇപ്പം ഫിനാൻസ് പ്രൊഫഷണൽ മാത്രമല്ല, ഡോക്ടേഴ്സാണെങ്കിലും എൻജിനീയേഴ്സാണെങ്കിലും ആർക്കിടെക്റ്റിനാണെങ്കിലും ഫാഷൻ ഡിസൈനറിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുവേണ്ടി CP എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കാരണം പുതിയ പുതിയ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ മെമ്പേഴ്സിനെ പഠിപ്പിക്കുന്നു. അപ്പം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആണ് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഈ പ്രൊഫഷനിലുള്ളത്.